ഹലോ ഹാബിബീസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു അടിപൊളി ഇടിയപ്പത്തിൻ്റെ മുട്ടക്കുറുമയുടെ റെസിപ്പി ആയാലോ. സാധാരണ ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ല എരിവുള്ള മുട്ടക്കറി നല്ല കോമ്പിനേഷനാണല്ലേ. മുട്ട റോസ്റ്റോ മുട്ടക്കറിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. പക്ഷെ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കുന്നത് നല്ലൊരു അടിപൊളി എഗ് കുറുമയാണ്. സാധാരണ ചിക്കൻ കുറുമ, വെജിറ്റബിൾ കുറുമ ഒക്കെ നമ്മൾ ചെയ്യാറില്ലേ. അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു എഗ് കുറുമ റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നല്ല ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയൊക്കെ മതിയായിരിക്കും. അപ്പോൾ അതിലേക്ക് കുറച്ച് ചതച്ച പച്ചമുളകും വെളുത്തുള്ളിയും ഒരു പിടി ചെറിയ ഉള്ളിയും ഒരു ചെറിയ ഇഷ്ടം ഇഞ്ചിയും കൂടെ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് സോട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഒരുപാട് മൂത്തൊന്നും പോകണ്ട, ആ പച്ചച്ചവ മാറുന്നതിന് വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ പച്ചച്ചവ മാറുന്നതിന് വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് അധികം ഒന്നും കരിഞ്ഞൊന്നും പോകണ്ട കേട്ടോ, ആ ബ്രൗൺ കളറും ആവണ്ട. നല്ല രീതിക്കൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ളൊരു 3 സവാള, ഇതൊരു മീഡിയം സൈസ് സവാളയാണ്, നൈസായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. അപ്പോൾ ഈ പച്ചമുളക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുറുമയിൽ മുളക് പൊടി ചേർക്കുന്നില്ല, കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ ഈ പച്ചമുളകുമാണ് എരിവിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 4-5 ചെറിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. പക്ഷെ നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് നല്ല വഴണ്ട് കുഴഞ്ഞൊന്നും പോകണ്ട, അത്യാവശ്യം ഒന്ന് കളർ മാറി വന്നാൽ മതി. അപ്പോൾ ഇത് നന്നായി വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് പാല് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇതാപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വെജിറ്റബിൾസ്, ക്യാരറ്റും ഒരു 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്, അതോടെ ഇട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇടിയപ്പത്തിൻ്റെ കാര്യം മറന്നു പോകണ്ട കേട്ടോ. അതിൻ്റെ വേവൊക്കെ നോക്കി അതും ഒന്ന് കറക്റ്റാക്കി എടുക്കണം. ഇതാ നമ്മുടെ ഇടിയപ്പം പഞ്ഞ് പോലെ, നിങ്ങൾക്ക് തൊട്ട് കാണുമ്പോഴേ അറിയാമല്ലേ, തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ് കേട്ടോ. അപ്പോൾ ഇടിയപ്പം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ചൂട് പോകാതെ നല്ലൊരു കാസറോളിലേക്ക് മാറ്റി വെക്കാം. മാറ്റി അവിടെ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ കറിയും കൂടെ റെഡി ആവും കേട്ടോ. പിന്നെ ഇതാ സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കറി ഇവിടെ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള പൊടികളെന്ന് വെച്ചാൽ മസാലപ്പൊടിയായിട്ട് ഞാൻ മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നുണ്ട് സംഭവം. പൊടികളൊക്കെ കരിഞ്ഞു പോകാതെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് ഫ്ലെയിമൊക്കെ കൂട്ടി വെക്കുമ്പോഴത്തേക്ക് ചിലപ്പം നന്നായിട്ട് മൂത്ത് പോകും. അപ്പോൾ അത്രയ്ക്കൊന്നും മൂക്കണ്ട. ഇതാ 1 സ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഇട്ട് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാൽ നമ്മൾ റെഡിയാക്കി വെച്ചതിൻ്റെ 2ാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 2ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ട് ആണ് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പം വീഡിയോ ജസ്റ്റ് ഷേക്ക് ആവാനോ എഡിറ്റിങ്ങിലൊക്കെ പോരായ്മകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഒന്നും കുഴപ്പമില്ല, റെസിപ്പി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് 2ാം പാൽ ഒഴിച്ചിട്ട് നമ്മളിത് അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴയാണ്. രാവിലെ കുട്ടികളെ വിളിച്ചാൽ അവർ സ്കൂളിൽ പോയി എണീക്കാനും നല്ല മടിയാണ്, അവിടെ കിടന്നുറക്കമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയി അവരെ ഉണർത്തും, തിരിച്ചു വന്നിട്ട് ഇത് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർ വീണ്ടും വന്ന് കിടന്നുറങ്ങും. മോള് UKG പഠിക്കുന്നത്, അപ്പോൾ അവളെ വിടുന്ന തന്നെ വലിയൊരു കടമ്പയാണ്. അപ്പോൾ ഇതാ ഒരുവിധം കറി റെഡിയായി വന്നപ്പോഴത്തേക്ക് 2 തക്കാളി ഞാൻ സ്ലൈസ് റൗണ്ടിലാണ് സ്ലൈസ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഒരു ഭംഗിക്കാണ്. നമുക്കിത് വഴറ്റുമ്പോൾ സവാളയുടെ കൂടെ ചേർത്തും വഴറ്റാം. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു ടൈമിലാണ് ഈ തക്കാളി ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ആ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. ഇത്രയും മുട്ടയൊന്നും വിചാരിക്കേണ്ട, നമ്മൾ ജോയിൻറ്റ് ഫാമിലിയാണ്, 7-8 പേരുണ്ട് വീട്ടിൽ. അപ്പം അവർക്കുള്ള എല്ലാവർക്കും കൂടെയുള്ള മുട്ടയൊക്കെ പൊളിച്ച് പുഴുങ്ങി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കറി ഇങ്ങനെ പാകമായി വരുമ്പോഴത്തേക്കും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എരിവ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഫൈനലി നമ്മളിതാ നമ്മുടെ 1ാം പാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കുറുമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലാസ്റ്റ് സമയം നമ്മൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുക്കാണ്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് കുറച്ച് കുരുമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ തേങ്ങാപ്പാൽ നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്തിട്ട് ഇത് തിളയ്ക്കാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് അടച്ച് വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്താൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അപ്പോൾ നല്ല സോഫ്റ്റ് ഇടിയപ്പം അല്ല, ചപ്പാത്തിക്കാണെങ്കിലും
അപ്പത്തിനാണെങ്കിലും ഈ കുറുമ റെസിപ്പീസ് എല്ലാം നല്ലതാണ്. ദോശയ്ക്ക് എനിക്കെന്തോ അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയും ഈ ചിക്കൻ കുറുമ എല്ലാം സൂപ്പറാണ് കേട്ടോ. ചിക്കൻ കുറുമയും നെയ്ച്ചോറും വൺ ഓഫ് ദ ഫേവറേറ്റ് ഡിഷസ് ആണ്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള നല്ല വീഡിയോസിനൊക്കെ ആയിട്ട് എൻ്റെ മെഹ്റിഷ് ഡേയിൽ നിന്നുള്ള കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.